ശാസ്ത്രീയ സാമവേദ പഠനം ക്ലാസ് 58. നമ്മളിന്ന് പവമാന പർവ്വത്തിലെ 5-ാമത്തെ അധ്യായത്തിലെ 10-ാമത്തെ ഖണ്ഡമാണ് നോക്കുന്നത്. സോമം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് കർമ്മത്തിനും ഉപയോഗിക്കുന്ന ഇൻപുട്ടിനാണ് സോമം എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കൾക്കാണ് ഇൻപുട്ട്. ഒരു ചോറുണ്ടാക്കേണ്ടിക്ക് അരിയും വെള്ളവും എല്ലാമാണ് ഇൻപുട്ട്. അതിനാണ് സോമം എന്ന് പറയുന്നത്. അതേസമയം തന്നെ സോമയാഗത്തിലെ ആ നീര്, അതിനെല്ലാം തന്നെ സോമം എന്ന് പറയാം. അപ്പം നമുക്ക് ആദ്യം 565 മന്ത്രം എന്താണെന്ന് പറയുന്നതെന്ന് നോക്കാം. വേഗത്തിൽ പാത്രത്തിലേക്ക് ഇറ്റിറ്റ് വീഴുന്നു. അപ്പോൾ സോമയാഗത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഏത് നീരും ഏതൊരു വസ്തുവിൻ്റെയും നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും ആ വസ്തുക്കളെ ശുദ്ധമായ രൂപത്തിൽ ചിലപ്പോൾ പൊടിച്ചെടുക്കും, അരിച്ചെടുക്കും, അങ്ങനെയെല്ലാം ഉപയോഗിക്കുക ശുദ്ധമായ രൂപത്തിൽ. ഇപ്പോൾ സോമയാഗത്തിനാണെങ്കിൽ ആ ചെടിയുടെ നീര്, ലതയുടെ നീര് ഇടിച്ച് പിഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ എവിടത്തേക്കാണ്, എന്നിട്ട് അരിപ്പയിലൂട്ട് എടുക്കുമ്പോൾ ഇറ്റിറ്റ് അതിൻ്റെ അകത്ത് വീഴും. എല്ലാം തികഞ്ഞെന്ന് പറഞ്ഞാൽ ശുദ്ധമായ, അതിൻ്റെ നിറം പച്ച നിറമാണ്. അത് പിഴിഞ്ഞെടുക്കുമ്പോൾ പച്ച നിറത്തിലുള്ള സോമം നമ്മുടെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചെടുക്കുന്ന ഇന്ദ്രനെ തൃപ്തികരമാകട്ടെ, അല്ലെങ്കിൽ ഇന്ദ്രനെ പ്രാപിക്കട്ടെ. ഇന്ദ്രൻ ആരാണെന്ന് നമുക്കറിയാം. എന്ത് കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു രാസപ്രവർത്തനം നടക്കുന്നുണ്ട്. അതിനെ ഏകോപിപ്പിക്കുന്ന ഒരു സൂപ്പർവൈസർ എന്ന നിലയിൽ കാണാം. അതാണ് ഇന്ദ്രൻ. ഏത് കർമ്മം ചെയ്യുമ്പോൾ അതിനെ ഏകോപിപ്പിക്കാൻ ഒരാൾ വേണം. ആ ശക്തി വിശേഷത്തെയാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. ഇപ്പോൾ സോമം മുകളിലേക്ക് പോകുമ്പോൾ ഇന്ദ്രൻ ആ സോമത്തെ സ്വീകരിച്ചിട്ടാണ് മേഘങ്ങളെ കൂട്ടിയോജിപ്പിച്ചിട്ട് മഴയായിട്ട് പെയ്യിക്കുന്നത്. ഇനി 566 എന്താ പറയുന്നത് നോക്കാം. ഈ ശുദ്ധമായ സോമം പാത്രത്തിലാണ് ആദ്യം, അത് നേരത്തെ പറഞ്ഞ തന്നെ പാത്രത്തിൽ ശേഖരിക്കും. അതുകൊണ്ട് അതോട് പറയുകയാണ് ഇന്ദ്രനായിക്കൊണ്ട്. കാരണം അതിനെ നമ്മൾ മുകളിലേക്കാണ് അയക്കുന്നത്. ഇന്ദ്രനാണ് മേഘങ്ങളെ യോജിപ്പിച്ചിട്ട് മഴയായി പെയ്ക്കുന്നത്. അപ്പോൾ ഇത് കിട്ടുമ്പോൾ ഇന്ദ്രൻ വേഗത്തിൽ യോജിപ്പിക്കും. അതുകൊണ്ട് ഇന്ദ്രനായിക്കൊണ്ട് നീ പാത്രത്തിൽ എല്ലാ വശത്തു നിന്നും വേഗത്തിൽ പാത്രത്തിൽ വീഴുക എന്ന് പറയുകയാണ്. നമ്മൾ പിഴിഞ്ഞെടുക്കുമ്പോൾ പെട്ടെന്ന് പാത്രത്തിൽ മുഴുവൻ നിറയും. എന്നിട്ടോ നീ സ്വർഗത്തെ പ്രാപിക്കുക, ശത്രുക്കളെ നശിപ്പിക്കാനുള്ള ബലവും നൽകുക. സ്വർഗം എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് പോവുക. സോമയാഗത്തിൽ ഈ നീരിനെ അഗ്നിയിൽ ഒഴിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ അയണൈസ്ഡ് ഫോമിൽ അത് മുകളിലേക്ക് പോകും. അയണൈസ്ഡ് ഫോമിലുള്ളതിന് ശക്തി കൂടുതലാണ്. അതെന്ത് ചെയ്യും? മേഘങ്ങളെ പെട്ടെന്ന് കൂട്ടി യോജിപ്പിക്കാൻ സഹായിക്കും. അതുകൊണ്ടാണ് നീ ബലത്തോടു കൂടി അങ്ങ് മുകളിലേക്ക് ഉയരുക എന്ന് പറയുന്നത്. ഇനി 567 സ്തോതാക്കളോട് പറയുകയാണ്, നിങ്ങൾ സ്തുതികൾ ചെയ്യുക. സ്തുതികൾ എന്ന് പറഞ്ഞാൽ വേദമന്ത്രങ്ങളെ ഉരുവിട്ടുകൊണ്ട് ചെയ്യുക. വേദമന്ത്രങ്ങളിലാണ് എങ്ങനെയാണ് ഇതെല്ലാം സംസ്കരിച്ച് എങ്ങനെയെല്ലാം ചെയ്യണമെന്നെല്ലാം വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഒരു പാചകം ചെയ്യുമ്പോൾ ഇടക്കിടക്ക് കുറിപ്പടി എടുത്ത് നോക്കൂല്ലേ? ആ കുറിപ്പടിയുടെ സ്ഥാനത്തിലാക്കുന്ന പുതിയത് ചെയ്യുമ്പോൾ അതുപോലെ സ്തോത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ വേദങ്ങളിൽ എന്താണോ പറഞ്ഞത്, കൃത്രിമ മഴ പെയ്യിക്കേണ്ട കാര്യമാണെങ്കിൽ ആ പറഞ്ഞ ക്രമത്തിൽ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ മെനക്കെട്ട പരിപാടിയെല്ലാം നടക്കാതെ പോകും. അതുകൊണ്ട് നിങ്ങൾ സ്തുതി ആരംഭിക്കുക. സാമഗാനം പാടുക പരിശുദ്ധമായ സോമത്തിന് വേണ്ടി. സോമം ശുദ്ധമായി എടുക്കണം. എങ്ങനെയെല്ലാം എടുക്കണമെന്ന് സാമവേദത്തിൽ പറഞ്ഞത് പോലെ അതാണ് സാമഗാനം പാടുക എന്ന് പറയുന്നത്. ഗാനത്തിൽ പറഞ്ഞതുപോലെ അതിനെ പിഴിഞ്ഞെടുക്കുക, ശുദ്ധമായി എടുക്കുക. ഒരു പിതാവ് തൻ്റെ പുത്രനെ ആഭരണങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്നത് പോലെ
സോമത്തെ അലങ്കരിക്കുക എന്ന് പറയുകയാണ്. ഈ സോമത്തെ വളരെ ശുദ്ധമായിട്ട് ഒരു പ്രത്യേക രീതിയിൽ സംസ്കരിച്ചെടുക്കണം. അതിൻ്റെ ഒപ്പം പാല് ചേർക്കേണ്ടി വരും, വെള്ളം ചേർക്കേണ്ടി വരും, അരിക്കേണ്ടി വരും. അരിക്കാൻ ഉപയോഗിക്കുന്ന പ്രത്യേകതരം പെണ്ണാടിൻ്റെ രോമം എന്നെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെയെല്ലാം ചെയ്താൽ മാത്രമേ ഈ സോമത്തെ വിഘടിപ്പിച്ചിട്ട് അയോൺ രൂപമായിട്ട് കൂടിച്ചേരാതെ അങ്ങ് മുകളിലെത്തുന്നത് വരെ കൂടിച്ചേരാതെ നിൽക്കുകയുള്ളൂ. ഇനി 568 അതുകൊണ്ട് ഇവിടെയും സ്തോതാക്കളോട് പറയുകയാണ്, ദേവന്മാർക്ക് സന്തോഷമുണ്ടാക്കാം. മുകളിലുള്ള ദേവന്മാർ ആര്? ഇന്ദ്രനല്ല. ഇന്ദ്രനല്ല അവിടെ മഴ പെയ്യിക്കാൻ മേഘങ്ങളെ കൂട്ടിച്ചേർത്തിട്ട് മഴ പെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നടക്കുന്നില്ല. ചില സീസണിലൊന്നും മഴ പെയ്യില്ല, മേഘം ഉണ്ടാകുന്നല്ല വേണം, പെയ്യില്ല. കാരണം ആ ശക്തി എതിർത്ത് നിൽക്കും കൂടിച്ചേരുന്നതിന്. അപ്പോഴാണ് ഈ സോമത്തെ അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നത് ശുദ്ധീകരിച്ചിട്ട്. അപ്പോൾ അത് അയനൈസ്ഡ് ഫോമിലായതുകൊണ്ട് പെട്ടെന്നവ കൂടിച്ചേരും. അതുകൊണ്ട് മുകളിലുള്ള ദേവതകളെല്ലാം സന്തോഷത്തോടു കൂടി കാത്തു നിൽക്കുകയാണ് നീ അങ്ങോട്ട് ചെല്ലുന്നത് നോക്കിക്കൊണ്ട്. അതുകൊണ്ട് എന്ത് വേണം? നമ്മൾ സ്തുതിക്കണം, ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യണം. വെറുതെ കുറേ നീര് പിഴിഞ്ഞിട്ട് അഗ്നിയിൽ കൊണ്ടേക്ക് ഒഴിച്ചുകൊണ്ട് മഴ പെയ്യില്ല. പെയ്യണ്ടെങ്കിൽ ചെയ്യേണ്ട ക്രമത്തിൽ, അതാണ് വേദസ്തുതികളെ അടിസ്ഥാനമാക്കി ചെയ്യുക. അപ്പോഴത് മധുരമുള്ളതായിത്തീരും. മധുരമുള്ള എന്ന് പറഞ്ഞാൽ വളരെ ആക്റ്റീവായിത്തീരും ആ സോമം. ഇനി 569 യജ്ഞം പൂർത്തീകരിക്കുന്നതിന്, നല്ല നിലയിൽ യജ്ഞം പൂർത്തിയാകുന്നതിന്, അതായത് നമ്മളെ സോമയാഗത്തിൽ മഴ പെയ്യിക്കാനാണെങ്കിൽ നല്ലവണ്ണം മഴ പെയ്യുന്ന ആ കാര്യം നടക്കണ്ടെങ്കിൽ ജലത്തെ പോലെ പൂജനീയമായ ജലത്തെ പൈതലിനെ എന്ന പോലെ സോമത്തോട് ചേർക്കണം. പൈതലിനെ എന്ന പോലെ, കുട്ടികളെ എന്ന പോലെ പശുവോടെല്ലാം ചേർക്കുന്നത് പോലെ പാലിൻ്റെ ഈ സോമത്തിൻ്റെ കൂടെ ശുദ്ധമായ ജലവും ചേർത്തിട്ട് വേണം അരിച്ചെടുക്കാൻ. അപ്പോഴാണ് ആ ജലം എന്ത് ചെയ്യുന്നത്? ആ സോമത്തെ വേണ്ട രൂപത്തിലേക്ക് ഡയല്യൂട്ടാക്കി മാറ്റിയെടുക്കുന്നത്. അതപ്പോഴെന്ത് ചെയ്യും? എല്ലാറ്റിനെയും പ്രേരിപ്പിച്ചുകൊണ്ട് വ്യാപിക്കും. അത് ആ പാത്രത്തിൽ വ്യാപിച്ചിട്ട് വെള്ളവും പാലും എല്ലാം ചേർക്കുമ്പോൾ അത് വ്യാപിച്ചിട്ട് അയനൈസ്ഡ് രൂപത്തിൽ സ്ഥിതി ചെയ്യും. അപ്പോൾ ദ്വിലോകത്തിലും നിലകൊള്ളുകയും ചെയ്യും. ഇവിടെയും ആകാശത്തിലും അത് രണ്ട് ലോകത്തിലും, പാത്രത്തിൽ, ഭൂമിയിലെ പാത്രത്തിലും നമ്മളത് അഗ്നിയിൽ പ്രവേശിച്ചിട്ട് മുകളിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അതും അതേ രൂപത്തിൽ, എന്താണ്, അയനൈസ്ഡ് രൂപത്തിൽ അത് ആകാശത്തിലും ഭൂമിയിലെ സ്ഥിതി ചെയ്യും. നമ്മളിവിടെ നിന്ന് അതിനെ വിഘടിച്ചിട്ട് അയനൈസ്ഡ് ഫോമിൽ സംഭരിച്ചെടുക്കുകയാണ്. ഇത് ആകാശത്തിലേക്ക് വിടുമ്പോൾ അവിടെയും അത് അതേ രൂപത്തിൽ തന്നെ നിൽക്കണം. എങ്കിലേ മേഘങ്ങൾ കൂടിച്ചേരുകയുള്ളൂ. ഇനി 570 അതുകൊണ്ട് സോമത്തോട് പറയാണ്, ആകാശത്തിരിക്കുന്ന ദേവതകൾക്ക് വേണ്ടി നീ പാത്രത്തിൽ വീഴുക. അപ്പോൾ ഈ വേദമന്ത്രങ്ങളെല്ലാം ചൊല്ലിക്കൊണ്ടാണ് ഇത് പ്രിപ്പയർ ചെയ്യുക. അപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, പിരിയൽ എന്ന് പറയുമ്പോൾ ഇത് ചെയ്യുമ്പോഴെല്ലാം മന്ത്രം ഉരുവിട്ടുകൊണ്ടിരിക്കും. പക്ഷേ ചെയ്യുന്ന പണിക്ക് കുറേ സമയമെടുക്കും. അപ്പം പറഞ്ഞതന്നെ റിപ്പീറ്റ് ചെയ്തെന്ന് വരും. അല്ലെങ്കിൽ പറയും, ഒരിക്കൽ പാത്രത്തിൽ നല്ല ശുദ്ധമായിട്ട് വീഴൂ എന്ന് പറഞ്ഞാൽ പോലെ എന്ന് നമുക്ക് തോന്നാം. അങ്ങനെയല്ല, ചെയ്യുന്ന സമയം മുഴുവൻ കുറേ ദിവസം എടുത്തിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ മന്ത്രങ്ങൾ പറഞ്ഞു തന്നെ തിരിച്ചും മറിച്ചും പറയുന്നതായിട്ട് ഇവിടെ കണ്ടാൽ മതി. ഇവിടെയും ദേവന്മാർക്ക് വേണ്ടി നീ ധാരധാരയായിട്ട് പാത്രത്തിൽ പൂർണ്ണ രൂപത്തിൽ പതിക്കുക. നീ രസം നിറഞ്ഞതാണ്. അങ്ങനെ ഒഴുകുമ്പോൾ രസം ആക്റ്റീവാണ്. രസം എന്ന് പറയുമ്പോൾ ആൽക്കഹോളിക് രൂപത്തിലാണ്. അയനൈസ് ചെയ്യുമ്പോൾ ആൽക്കഹോളിക് രൂപത്തിലാണ്.
അതാണ് രസം എന്ന് പറഞ്ഞാൽ. സോമരസം എന്നെല്ലാം പറയുമ്പോൾ അതിനൊരു ആൽക്കഹോളിൻ്റെ പ്രത്യേകതയുണ്ട്. അങ്ങനെ നീ ദ്രോണ കലശത്തിൽ ആ പാത്രത്തിൽ നിറഞ്ഞാലും എന്ന് പറയുകയാണ്. ഇത് പിഴിയുമ്പോൾ ഇത് പറഞ്ഞുകൊണ്ടാണ് പിഴുകി അരിക്കുകയെല്ലാം ചെയ്യുക. ഇത് പറഞ്ഞുകൊണ്ടാണ് ചെയ്യുക. അപ്പം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് രണ്ട് ഉദ്ദേശമുണ്ട്. ഒന്ന്, നിർത്താണ്ട് ഇങ്ങനെ വേദമന്ത്രങ്ങൾ ബൈഹാട്ടാക്കി കൊണ്ടുപോകും. ഇത് ചൊല്ലുന്നതുകൊണ്ട് ബൈഹാട്ടാക്കുന്നുണ്ട്, ഉരുവിടുന്നുണ്ട്. അതേസമയം അവർക്ക് മഴയും കിട്ടുന്നുണ്ട്. ഒരു ഗുണവുമുണ്ട്. വേദമന്ത്രങ്ങൾ ബൈഹാട്ടായി മാറും. പറഞ്ഞ തന്നെ തിരിച്ചും മറിച്ചും പറയുമ്പോൾ ബൈഹാട്ടാകും. പിന്നെ എന്ത് പറ്റും? അതേസമയം തന്നെ അവർക്ക് കൃത്രിമ മഴയും കിട്ടും. അക്കാലത്ത് മഴയിലൂട്ടിയാണ് കൃഷിയെല്ലാം അത്ഭുതം അഭിവൃദ്ധിപ്പെടുക. ഇനി 571 സ്തോത്രങ്ങൾക്ക് മുമ്പിൽ ആവർത്തിച്ച് ശബ്ദമുണ്ടാക്കിക്കൊണ്ട്. സ്തോത്രം ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കും. അപ്പം ശബ്ദമുണ്ടാക്കിക്കൊണ്ട് സോമൻ തൻ്റെ ധാരയാൽ പല രീതിയിലും പാത്രത്തിൽ പതിക്കുകയാണ്. ആ അരിക്കുമ്പോൾ ധാരധാരയായിട്ട് അത് പാത്രത്തിൽ പതിക്കും. ശബ്ദമുണ്ടാക്കിക്കൊണ്ട്. എന്തുകൊണ്ടാണ് ശബ്ദമുണ്ടാക്കുന്നത്? ചാർജായിട്ട് മാറുന്ന ഒരു സാധനം ശേഖരിക്കുമ്പോൾ ചിലപ്പോൾ അവർ അത് കൂടിച്ചേരുമ്പോഴാണ് ഈ ശബ്ദമുണ്ടാകുന്നത്. നമ്മൾ പ്ലഗ് കുത്തുമ്പോൾ ഇലക്ട്രോണും പ്രോട്ടോണും തമ്മിൽ അവിടെ സ്പാർക്ക് ഉണ്ടാകുന്നതാണ്. പ്ലഗിൽ കുത്തുമ്പോൾ ഇടിമിന്നൽ, ചാർജ് കൂടിച്ചേരുന്നതുകൊണ്ടാണ് ഇടിമിന്നലെല്ലാം നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ പാത്രത്തിൽ ഇതിനെ അയണൈസ്ഡ് ആയിട്ട് മാറ്റിയിട്ട് എടുക്കുമ്പോൾ ചിലത് കൂടിച്ചേരും. അപ്പം പാത്രത്തിൽ കിടന്ന് ഇത് ശബ്ദിച്ചു കൊണ്ടിരിക്കും. അതിനെ പല രീതിയിലാണ് സംസ്കരിച്ച് എടുക്കുന്നതെന്ന് പറയുകയാണ്. ഇനി 572 ഇവിടെ സ്തോതാവ് എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, സ്തോത്രങ്ങളെ കൊണ്ട് അതിനെ ശുദ്ധിമാക്കി എടുക്കുക. സോമത്തെ ശുദ്ധമാക്കി എടുക്കുവാൻ വേണ്ടിയാണ് സ്തോത്രങ്ങൾ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരിക്കുന്നത്. ആ സ്തോത്രത്തിലും പറയുന്ന എന്താണ്? ശുദ്ധമായ നിലയിൽ നിങ്ങൾ അതിനെ സംസ്കരിക്കുക. അതായത് കൂടിച്ചേർന്ന് പോകരുത്. അത് ടെക്നിക്കലായിട്ട് വലിയ പ്രയാസമുള്ളൊരു കാര്യമാണ്. അയണൈസ്ഡ് ചെയ്തത് പെട്ടെന്ന് കൂടിച്ചേർന്ന് കളയും. അതിനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അത്രയും ശ്രദ്ധയിൽ ചെയ്തിട്ടില്ലെങ്കിൽ കാര്യം നടക്കില്ല. അപ്പം ശുദ്ധമാക്കിയ സോമത്തിന് വേണ്ടി സ്തോത്രത്തെ ഉച്ചരിക്കുക. ആ സോമം ശുദ്ധമായ രൂപത്തിൽ അയനൈസ്ഡ് ഫോമിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം. അതുകൊണ്ടാണ് ഇതിങ്ങനെ സ്തോത്രം മന്ത്രങ്ങൾ ഇങ്ങനെ ഉച്ചരിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് സ്തുതികളാൽ സന്തോഷം നിറഞ്ഞവന് ധാരാളമായ സ്തുതികളെ നൽകുക. സോമത്തിന് ധാരാളമായ സ്തുതികളെ നൽകുക എന്നാണ്. എപ്പോഴും വേദമന്ത്രങ്ങളെ അടിസ്ഥാനമാക്കി ചൊല്ലിക്കൊണ്ട് തന്നെ ചെയ്യുക. അപ്പം ചൊല്ലിക്കൊണ്ട് ചെയ്യുമ്പോൾ അത്രയും ശുദ്ധമാക്കിയിട്ട് അവർ എപ്പോഴും ശ്രദ്ധ അതിൽ തന്നെ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് സന്തോഷം നിറഞ്ഞവന് അങ്ങനെ ചെയ്യുമ്പോൾ സോമം സന്തോഷിക്കുമെന്നാണ് പറയുന്നത്. ചൊല്ലിക്കൊണ്ട് ചെയ്യുമ്പോൾ സന്തോഷിക്കും. ഒരു സേവകന് ധാരാളം പണം നൽകുന്നവർ, ഒരാൾ സേവിക്കുമ്പോൾ ഇടയ്ക്ക് പണം കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അയാൾക്ക് വലിയ വലിയ താല്പര്യം ഉണ്ടാകും. അതുപോലെ സോമം പിഴിയുമ്പോൾ നമ്മൾ സ്തുതി ഇങ്ങനെ ഇടയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സോമത്തിന് വലിയ സന്തോഷമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി 573 ശക്തി നിറഞ്ഞ സോമത്തോട് പറയുകയാണ്, നീ ഇപ്പം പിഴിഞ്ഞ് ഈ രൂപത്തിലാകുമ്പോൾ നല്ല ശക്തിമാനായി. അതുകൊണ്ട് നീ പോയിട്ട് എന്ത് വേണം? നീ അശ്വഗോക്കൾ ചേർന്ന പണം നൽകിയാൽ ബലം, അശ്വം എന്ന് പറയുമ്പോൾ ബലമായിട്ടെടുക്കണം. അതിന് ശക്തി കൂടുതലാണ്. അത് പോയിട്ട് അവിടെ മേഘങ്ങളെ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് എന്ത് തരും? ഗോക്കളെ നൽകും. ഗോക്കൾ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണുകളാണ്. ഇലക്ട്രോണ് മാത്രമല്ല, ഇവിടെ ഇലക്ട്രോണുകളാണ്, അയനൈസ്ഡ് പാർട്ടിക്കിളാണ്. OH ഗ്രൂപ്പ് ആകുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു ഇലക്ട്രോൺ കൂടുതലുണ്ട്. ഈ ചാർജുള്ള ഇലക്ട്രോണ് മേഘത്തിലെ പോസിറ്റീവുമായിട്ട് കൂടിച്ചേർന്നിട്ടാണ് അവയെ ചേരാൻ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഗോക്കളെ നൽകുക. അത് ബലം നൽകുന്നത് കൊണ്ട്
ഗോക്കളെ നൽകുക, ബലമുള്ള ഗോക്കളെ നൽകുക. അതിലൂടെ അത് കൂടുതൽ രസപൂർണമായി തീരട്ടെ, അത്രയും ശക്തിയുള്ളതായിട്ട് തീരട്ടെ. ഇനി 574. എന്നിട്ട് നീ സോമം നീ എന്ത് വേണം? നമുക്ക് ധനങ്ങളെല്ലാം നൽകണം. മഴ പെയ്താൽ എങ്ങനെയാണത്? ഈ സോമം ചെയ്യുന്നത് എന്താണ്? അവിടെ പോയി മഴ പെയ്യിക്കുക. മഴ പെയ്യുമ്പോൾ ഇവിടെ കൃഷിയെല്ലാം സമൃദ്ധിയായി വരും, അതിലൂടെ ധനവും കിട്ടും. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും നിന്നെ സ്തുതിച്ചുകൊണ്ടേയിരിക്കുന്നത്. വേദമന്ത്രത്തിൽ ഇത്രയും പാടുപെട്ട് നിന്നെ സ്തുതിച്ചുകൊണ്ട് ഇത് ചെയ്യുന്നതിന് എന്തിനു വേണ്ടിയിട്ടാണ്? നീ ധനം നൽകുവാൻ വേണ്ടിയാണ്. അങ്ങയുടെ സോമരസത്തെ നമ്മൾ എന്ത് ചെയ്യാണ്? പശുവിൻ പാലും ചേർത്തിട്ടെല്ലാം മിക്സിതമാക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ശുദ്ധരൂപത്തിൽ നിൽക്കുക. ശുദ്ധരൂപം ഏത് രൂപത്തിലാണ് ശുദ്ധം? അയനൈസ്ഡ് ഫോമിൽ. കെമിസ്ട്രി പഠിച്ചവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പം പാലും കൂടിയും ചേർക്കുമ്പോൾ അത് കൂടുതൽ വിഘടിച്ച് അയോണുകൾ, പോസിറ്റീവ് നെഗറ്റീവ് ചാർജുള്ള അയോണുകൾ ദൂരെയായിട്ട് മാറി നിൽക്കും പാല് ചേർക്കുമ്പോൾ. അങ്ങനെ ചെയ്യുമ്പോൾ കൂടിച്ചേരില്ല പെട്ടെന്ന്. അതിനാണ് പാല് പോലെയുള്ളത് ജലം ചേർക്കുന്നുണ്ട്. ശുദ്ധമായ ജലം ചേരാൻ സമ്മതിക്കില്ല. ഇനി 575. നമ്മളെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാൻ നമ്മൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന മഹനീയമായ ആ സോമം പവിത്രമായ പാതയിലൂടെ അത് പുറത്തേക്ക് വരുന്നു. അപ്പം നമ്മൾ അർപ്പിക്കുമ്പോൾ അവ പവിത്രീകരിച്ചിട്ട് പവിത്രമായ പാതയിലൂടെ നമ്മളെ ആഗ്രഹങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അത് പുറത്തേക്ക് വരുന്നു. ഏത്? അഗ്നിയിൽ നിന്നത് പുറത്തേക്ക് വരും. അവർ ആ സോമം സ്തുതിക്കുന്നവർക്ക് കീർത്തിയെ നൽകും. അതായത് സ്തുതിച്ചുകൊണ്ടാണ് ഈ യജ്ഞം ചെയ്യുന്നത്. ഈ യജ്ഞം ചെയ്യുന്നവരെല്ലാം അതിനെ സ്തുതിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ അവർക്കെന്ത് കിട്ടും? യജ്ഞം നടത്തുന്നവർക്ക് കീർത്തി കിട്ടുക. എങ്ങനെ കീർത്തി കിട്ടുക? ഈ സോമയാഗമെല്ലാം നടത്തിയിട്ട് മഴ പെയ്യിപ്പിച്ച് കഴിയുമ്പോൾ എല്ലാവരും കീർത്തിക്കും. ആരെ കീർത്തിക്കും? ഈ സ്തുതികൾ ചൊല്ലിയ ആൾക്കാരെ കീർത്തിക്കും. അത് ആരുടെ ഫലമായിട്ടാണ് ലഭിക്കുന്നത്? ഈ സോമത്തിൻ്റെ ഫലമായിട്ടാണ് ലഭിക്കുന്നത്. ഇനി 576. പവിത്രീകരിക്കപ്പെട്ട സോമമാണ് തൻ്റെ രസത്തെ കലശത്തിലെത്തിക്കുന്നത്. അതായത് നല്ല രസരൂപമായ, ഇവിടെ രസം എന്ന് പറഞ്ഞാൽ സോമരസം. സോമരസം സാധാരണ ആൾക്കഹോളിക് രൂപമാണ്. കള്ള് എന്ന് പറയുന്നവരല്ലേ സോമരസത്തെ മത്തായിട്ടെല്ലാം ചിന്തിക്കുക, മദ്യമാണെന്നെല്ലാം പറയുന്നതിൻ്റെ തത്വം ഇത്രയേ ഉള്ളൂ. അത് അയനൈസ്ഡ് ഫോമിലാണ്. അയോൺസിൽ OH ഗ്രൂപ്പിലാണ്. ആൾക്കഹോൾ എന്നെല്ലാം പറയുന്നത് OH ഗ്രൂപ്പിൽ പെടുന്ന. അതുകൊണ്ടാണ് മദ്യം എന്നെല്ലാം പറഞ്ഞു വെക്കുന്നത്. അതിലൂടെ നമ്മൾ തിരിച്ചറിയേണ്ടത് എന്താണ്? അത് അയനൈസ്ഡ് OH ഗ്രൂപ്പിലുള്ള വസ്തുക്കളായിട്ട് മാറുന്നു. ആ സോമത്തെയാണ് ഋഷികൾ 7 ഛന്ദസ്സുകളിലൂടെയാണ് സ്തുതിക്കുന്നത്. ഛന്ദസ്സുകൾ എന്ന് പറയുമ്പോൾ പല രീതിയിലാണ് യജ്ഞങ്ങൾ ചെയ്യേണ്ടത്. 7 ഛന്ദസ്സുകളിലൂടെ. 7 ഛന്ദസ്സുകളിലൂടെ എന്ന് പറയുമ്പോൾ പല വിഷയങ്ങളില്ലാത്ത വരുന്നുണ്ട്. ആദ്യം ശുദ്ധീകരിക്കുന്ന വിഷയമുണ്ട്, ഇടിച്ചു പിഴിയുന്ന മെക്കാനിക്കൽ വശമുണ്ട്. മെക്കാനിക്കൽ തത്വം ഉപയോഗിച്ച് അതിന് ഇടിക്കണം, പിഴിയണം. കെമിസ്ട്രി അതിൻ്റെ അകത്ത് ഇൻവോൾവ് ആകുന്നുണ്ട്. അപ്പം പലതരം പ്രക്രിയകൾ ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ആകുന്നുണ്ട്. അതുകൊണ്ടാണ് പല ഛന്ദസ്സുകളുടെ 7 തരം ഛന്ദസ്സുകളിലൂടെയാണ് ഇതിനെ ഭാരതത്തിലെ ഋഷികൾ ഛന്ദസ്സിലൂടെയാണ് ഓരോ വിഷയവും. ഛന്ദസ് എന്ന് പറയുന്നത് ഏത് വിഷയമായിട്ട് ബന്ധപ്പെട്ടതാണ്? മെക്കാനിക്കലായിട്ട് വരുന്നതാണോ, കെമിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ടതാണോ, ഇലക്ട്രിസിറ്റി ആയിട്ട് അയോൺസ് രൂപത്തിലുള്ളതാണോ? ഇതെല്ലാം പല ഛന്ദസ്സുകളിലൂടെയാണ് നോക്കേണ്ടത്. അതെല്ലാം ഋഷികൾ പല ഛന്ദസ്സുകളായിട്ട് ഇത് കൈകാര്യം ചെയ്തിട്ടാണ് എഴുതി വച്ചിരിക്കുന്നത്. അതിലൂടെയാണ് നമ്മൾ യജ്ഞം ചെയ്യുന്നത്. അതിലൂടെയാണ് നമ്മൾ കൃത്രിമ മഴ പെയ്യിപ്പിക്കുന്നത്.